എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രഥമ ശുശ്രൂഷയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ശരിയുത്തരം ഡോക്ടർ എസ് മാർക്ക്. ഒരു ഗ്രാം ജലത്തിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തിന്റെ എത്രയാണ്? ശരിയുത്തരം 1 കലോറി. അസ്ഥിഭംഗത്തോടൊപ്പം അസ്ഥിമാംസവും തൂക്കും തുളച്ചു പുറത്തു വരുന്നതിനെ എന്തു പറയുന്നു? ശരിയുത്തരം വിഷമഭംഗം. താഴെ പറയുന്നവയിൽ ഏതാണ് നാഡീവ്യൂഹത്തിൽ ഉൾപ്പെടുന്നത്? ശരിയുത്തരം ഇവയെല്ലാം. തന്നിരിക്കുന്നവയിൽ എമർജൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏതാണ്? ശരിയുത്തരം അഡ്രിനാലിൻ. ക്ലിനിക്കൽ ഡെത്ത് എന്നാൽ എന്ത്? ശരിയുത്തരം ഒരു രോഗിയുടെ ഹൃദയവും ശ്വാസകോശവും നിലച്ചുപോകുന്ന അവസ്ഥ. എ എന്ന വ്യക്തിക്ക് അപസ്മാരം സംഭവിച്ചു. ആ സമയത്ത് ആ വ്യക്തിയുടെ സമീപം ബി നിൽക്കുന്നുണ്ടായിരുന്നു എങ്കിൽ ആ സമയം ബി ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെ? ശരിയുത്തരം 1, 2 ശരി. ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെ? ശരിയുത്തരം 3, 4. കേരള അഗ്നിരക്ഷാ സേനയുടെ മേധാവി ആരാണ്? ശരിയുത്തരം നിതിൻ അഗർവാൾ IPS. പെട്രോൾ, ഡീസൽ എന്നിവയിൽ ഉണ്ടാകുന്ന തീ ഫലപ്രദമായി അണക്കാൻ ഉപയോഗിക്കുന്ന മാധ്യമം ഏതാണ്? ശരിയുത്തരം DCP. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ഉചിതമായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ശരിയുത്തരം 1, 3 ശരി. ശരിയുത്തരം 1, 2 ശരി. തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ശരിയുത്തരം 1, 2 ശരി. പെട്രോളിന്റെ ജ്വലന പരിധി എത്രയാണ്? ശരിയുത്തരം 1.4% മുതൽ 7.6% വരെ. തന്നിരിക്കുന്നവയിൽ പ്രഥമ ശുശ്രൂഷകൻ ചെയ്യാൻ പാടില്ലാത്തത് ഏതാണ്? ശരിയുത്തരം അറിയാവുന്ന ചികിത്സ നൽകുക. ഡിസ്ചാർജ് ഹോൺ ഏതു തരം ഫയർ എക്സ്റ്റിംഗ്വിഷറിന്റെ ഭാഗമാണ്? ശരിയുത്തരം കാർബൺ ഡൈ ഓക്സൈഡ്. താഴെ പറയുന്നവയിൽ ശ്വസിച്ചാൽ ഏറ്റവും അപകടകരമായത് ഏതാണ്? ശരിയുത്തരം കാർബൺ മോണോക്സൈഡ്. ആരോഗ്യവാനായ ഒരു പുരുഷന്റെ വൈറ്റൽ കപ്പാസിറ്റി എത്രയാണ്? ശരിയുത്തരം 4.5 ലിറ്റർ. ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന് തീപിടിച്ചാൽ സ്വീകരിക്കുന്ന രക്ഷാമാർഗം ഏതാണ്? ശരിയുത്തരം ഇവയെല്ലാം.
തന്നിരിക്കുന്നവയിൽ ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ടുള്ള CPRന്റെ പൂർണ്ണരൂപം? ശരിയുത്തരം കാർഡിയോപുൾമനറി റിസസിറ്റേഷൻ. താഴെ പറയുന്നവയിൽ ഏറ്റവും മന്ദഗതിയിലുള്ള ജ്വലനത്തിന് ഉദാഹരണം ഏതാണ്? ശരിയുത്തരം ഇരുമ്പ് തുരുമ്പിക്കുന്നത്. അപകടകാരികളായ വസ്തുക്കൾ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ലീക്ക്, തീപിടുത്തം, മറ്റ് ആപത്തുകൾ നേരിടാനുള്ള ഫസ്റ്റ് എയ്ഡ് തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന ലഘുവിവര രേഖ ഏതാണ്? ശരിയുത്തരം ട്രാൻസ്പോർട്ട് എമർജൻസി കാർഡ്. ഇന്ത്യയിലെ ആദ്യത്തെ അസ്ഥിബാങ്ക് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ശരിയുത്തരം ചെന്നൈ. തന്നിരിക്കുന്നവയിൽ CPR നൽകുന്നതിന്റെ ഉദ്ദേശ്യം? ശരിയുത്തരം ശരിയായ ശ്വാസോച്ഛ്വാസവും രക്തയോട്ടവും പുനഃസ്ഥാപിക്കുന്നതിന്. സുമ പരിസരം വൃത്തിയാക്കി ചപ്പുചവറുകൾ തീയിടുന്നതിനിടയിൽ ശരീരത്തിലേക്ക് തീ പടർന്ന് പൊള്ളലേറ്റ് താഴെ പറയുന്നവയിൽ ചെയ്യാൻ പാടില്ലാത്തത് ഏതാണ്? ശരിയുത്തരം പൊള്ളിയ ഭാഗത്തെ തൊലിയോ പറ്റിപ്പിടിച്ച വസ്തുക്കളോ നീക്കം ചെയ്യുക. FM 200 ഫയർ എക്സ്റ്റിംഗ്വിഷറുകളിൽ അഗ്നിശമനത്തിനായി ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ശരിയുത്തരം ഹെപ്റ്റാഫ്ലൂറോപ്രോപൈൻ. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും ചൂട് വ്യാപിക്കുന്നത് ഏത് മാർഗത്തിലൂടെയാണ്? ശരിയുത്തരം സംവഹനം. വലിയ അളവിലുള്ള രക്തസ്രാവം നിയന്ത്രിക്കുന്നതിന് പ്രഥമ ശുശ്രൂഷ സമയത്ത് സ്വീകരിക്കാവുന്ന രീതി ഏതാണ്? ശരിയുത്തരം ബന്ധപ്പെട്ട പ്രഷർ പോയിന്റുകളിൽ തുടർച്ചയായി മർദ്ദം ചെലുത്തുക. താഴെ പറയുന്നവയിൽ CO2 എക്സ്റ്റിംഗ്വിഷറെ സംബന്ധിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏതാണ്? ശരിയുത്തരം ആളകപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങളിലും ഉപയോഗിക്കാൻ സാധിക്കും. ഓസോൺ പാളികൾക്ക് ഭീഷണിയായതിനാൽ മോൺട്രിയോൾ ഉടമ്പടി പ്രകാരം 1994 മുതൽ ലോകവ്യാപകമായി ഉൽപാദനം നിരോധിച്ചിരിക്കുന്ന വാതക രൂപത്തിലുള്ള അഗ്നിശമന മാധ്യമം ഏതാണ്? ശരിയുത്തരം ഹലോൺ. നെറുകയിലോ നെറ്റിയിലോ ഉള്ള മുറിവ് ഗുരുതരമാണെങ്കിൽ ഡ്രസ്സിംഗ് ശരിയായ രീതിയിൽ നിലനിൽക്കുന്നതിന് ഉപയോഗിക്കുന്ന ബാൻഡേജ് ഏതാണ്? ശരിയുത്തരം ട്രയാങ്കുലർ ബാൻഡേജ്. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ദ്രാവകം ഖരമായി മാറുന്ന താപനില ഏതാണ്? ശരിയുത്തരം ഖരണാങ്കം. തന്നിരിക്കുന്നവയിൽ പെട്രോളിൽ ഉണ്ടാകുന്ന തീപിടുത്തം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഏറ്റവും ഉചിതമായ എക്സ്റ്റിംഗ്വിഷിംഗ് മീഡിയം ഏത്? ശരിയുത്തരം പത. അഗ്നിശമന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നയാൾ സുരക്ഷ ഉറപ്പാക്കുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്ന സാമഗ്രികൾ ഏതെല്ലാമാണ്? ശരിയുത്തരം PPE. ശ്വസനനാളത്തിൽ പുറമേ നിന്നുള്ള വസ്തുക്കൾ പ്രവേശിച്ച് വായുസഞ്ചാരത്തിന് തടസ്സമുണ്ടാകുന്ന അവസ്ഥ ഏതാണ്? ശരിയുത്തരം ചോക്കിംഗ്. തന്നിരിക്കുന്നവയിൽ ക്ലാസ് ബി ഫയർ ശമിപ്പിക്കുന്നതിന് സാധാരണയായി ഉപയോഗിക്കുന്ന അഗ്നിശമന മാധ്യമം ഏതാണ്? ശരിയുത്തരം ഹലോൺ.
കത്താൻ പര്യാപ്തമായ വാതകങ്ങൾ അഗ്നിബാധയ്ക്ക് ഇരയാകുമ്പോൾ ഇവയിൽ ഏത് അഗ്നിശമന മാധ്യമമാണ് ഉപയോഗിക്കുക? ശരിയുത്തരം ഇവയെല്ലാം. പാചക എണ്ണ, കൊഴുപ്പ് തുടങ്ങിയവയിൽ ഉണ്ടാകുന്ന തീപിടുത്തം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു? ശരിയുത്തരം ക്ലാസ് കെ ഫയർ. ഹൈഡ്രോളിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിന് പിന്നിലെ പ്രവർത്തന തത്വം തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരിയുത്തരം പാസ്കൽ നിയമം. ഏതൊരു അപകടം സംഭവിച്ചാലും ആദ്യത്തെ മണിക്കൂറിൽ നൽകുന്ന ശരിയായ പരിചരണം അപകടം പറ്റിയ ആളെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനും രോഗമുക്തിക്കും അത്യന്താപേക്ഷിതമാണ്. ഈ സമയത്തെ പറയുന്ന പേര് എന്താണ്? ശരിയും ഗോൾഡൻ അവർ. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ശരിയുത്തരം ഡൽഹി. 6 അടി നീളവും 1 ഇഞ്ച് വ്യാസവും ഉള്ളതും ബ്രാസ് കൊണ്ട് നിർമ്മിച്ചതും നിക്കൽ പൂശിയതുമായ ചെറിയ ഓയിൽ ഫയറുകൾക്ക് ഉപയോഗിക്കുന്ന ബ്രാഞ്ചിന്റെ രൂപം എന്ത്? ശരിയുത്തരം ലോ പ്രഷർ ആപ്ലിക്കേറ്റർ. മനുഷ്യന്റെ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് ഏതാണ്? ശരിയുത്തരം ഹൈഡ്രോക്ലോറിക് ആസിഡ്. താഴെ പറയുന്നവയിൽ ട്രാൻസ്ഫോമറിന് തീപിടിക്കുന്നതിനുള്ള കാരണം ഏതാണ്? ശരിയുത്തരം ഇവയെല്ലാം. ഇവയിൽ ക്ലാസ് ബി ഫയറിന് ഉപയോഗിക്കാത്ത എക്സ്റ്റിങ്ക്യൂഷർ ഏതാണ്? ശരിയുത്തരം വാട്ടർ ടൈപ്പ്. ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിംഗ് വേപ്പർ എക്സ്പ്ലോഷൻ സംഭവിക്കുമ്പോൾ എന്താണ് സൃഷ്ടിക്കപ്പെടുന്നത്? ശരിയുത്തരം ഫയർ ബാൾസ്. ലളിതഭംഗം എന്നാൽ എന്താണ്? ശരിയുത്തരം ശരീരത്തിനുള്ളിൽ ഒരു അസ്ഥി രണ്ടായി ഒടിയുന്നത്. ലൈറ്റ് വാട്ടർ എന്നറിയപ്പെടുന്ന എക്സ്റ്റിങ്ക്യൂഷർ ഏതാണ്? ശരിയുത്തരം AFF എക്സ്റ്റിങ്ക്വിഷർ. താഴെ പറയുന്നവയിൽ ഫയർ ടെട്രാ ഹെൻഡ്രോണിൽ ഉൾപ്പെടാത്ത ഘടകം ഏതാണ്? ശരിയുത്തരം ഒരു വസ്തുവിനുള്ളിൽ രാസപ്രവർത്തന ഫലമായി ചൂടുണ്ടാകുകയും ക്രമേണ ചൂട് വർദ്ധിച്ച വസ്തുവ് സ്വയം കത്തുകയും ചെയ്യുന്ന പ്രതിഭാസം ഏതാണ്? ശരിയുത്തരം സ്പോണ്ടേനിയസ് കോംസ്റ്റേൻ. കേരളത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് ട്രെയിനിംഗ് ഇൻ വാട്ടർ റെസ്ക്യൂ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശരിയുത്തരം ഫോർട്ട് കൊച്ചി. എത്ര ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടാകുമ്പോഴാണ് കോൺക്രീറ്റ് വിഘടിക്കുകയും പൊടിഞ്ഞു പോവുകയും ചെയ്യുന്നത്? ശരിയുത്തരം 600 ഡിഗ്രി സെൽഷ്യസ്. സൂര്യതാപം ഏതുതരം പൊള്ളനെ ഉദാഹരണമാണ്? ശരിയുത്തരം ഫസ്റ്റ് ഡിഗ്രി ബേൺ. തന്നിരിക്കുന്നവയിൽ ഹൃദയാഘാതത്തിന്റെ ലക്ഷണം അല്ലാത്തത് ഏതാണ്? ശരിയുത്തരം ശരീരത്തിന് ഇളം ചുവപ്പ് നിറം. കൈയിലേക്കുള്ള രക്തപ്രവാഹം നിയന്ത്രിക്കുന്നതിനായുള്ള ഭുജത്തിന്റെ ഉൾഭാഗത്തായി പ്രധാന ബൈസെപ്സ് പേശിക്കടിയിലുള്ള മർദ്ദബിന്ദു ഏതാണ്?
ശരിയുത്തരം ബ്രാക്കിയൽ മർദ്ദബിന്ദു. പോർട്ടബിൾ ഫയർ എക്സ്റ്റിംഗ്വിഷറുമായി ബന്ധപ്പെട്ട് PSS പൂർണ്ണരൂപമോ എന്ത്? ശരിയുത്തരം പുൾ, എം സ്ക്വീസ് ആൻഡ് സ്വീപ്പ്. നാഷണൽ ഫയർ സർവീസ് കോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശരിയുത്തരം നാഗ്പൂർ. താപത്തിന്റെ ശരിയുത്തരം ജൂൺ. ഭക്ഷണ പദാർത്ഥങ്ങൾ ശ്വാസനാളത്തിൽ തടഞ്ഞാൽ എന്തു ചെയ്യും? ശരിയുത്തരം മുകളിൽ പറഞ്ഞത് എല്ലാം. തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക. ശരിയുത്തരം 1, 2 ശരി. CPR നൽകുന്ന നടപടിക്രമങ്ങളെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ശരിയുത്തരം 1, 2, 3. അഗ്നിശമന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതലായി ഉപയോഗിച്ചു വരുന്ന മാധ്യമമായ ജലം ഏത് രീതിയിലാണ് തീകെടുത്തുന്നത്? ശരിയുത്തരം പുളിങ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഇൻഹിബിഷൻ ഫാക്ടർ എത്ര ശതമാനമാണ്? ശരിയുത്തരം 19. LPG ലീക്ക് ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? ശരിയുത്തരം 1906. ഒരു നിശ്ചിത ഊഷ്മാവിൽ ഒരു ചാലകത്തിലൂടെ പ്രവഹിക്കുന്ന വൈദ്യുതിയുടെ അളവ് വോൾട്ടേജിന് നേരനുപാതത്തിൽ ആയിരിക്കുമെന്ന് പ്രസ്താവിക്കുന്നത് ഏത് നിയമത്തിലാണ്? ശരിയുത്തരം ഓംസ് ലോ. തീപിടുത്തമുണ്ടായതോ പുക നിറഞ്ഞതോ ആയ കെട്ടിടത്തിൽ നിന്ന് അത്യാഹിതത്തിൽപ്പെട്ടയാളെ നീക്കം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന രീതിയാണ്? ശരിയുത്തരം ഫയർ ഫൈറ്റേഴ്സ് സ്ക്രോൾ. ഉൽപ്പന്നത്തിന് ഒരു ഉദാഹരണമാണ് ഏത് കത്തുന്നത്? ശരിയുത്തരം കർപ്പൂരം. വൈദ്യുതി ചാലകമല്ലാത്ത രണ്ട് വസ്തുക്കൾ തമ്മിൽ ഉരസുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന വൈദ്യുതിയെ എന്ത് വിളിക്കുന്നു? ശരിയുത്തരം സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. കേരളത്തിൽ ആദ്യമായി ജലാംബുലൻസ് ആരംഭിച്ച ജില്ല ഏതാണ്? ശരിയുത്തരം ആലപ്പുഴ. തന്നിരിക്കുന്നവയിൽ ഫോമിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏതാണ്? ശരിയുത്തരം ഫോം സൊല്യൂഷനെ വായുവുമായി കലർത്തി ഫോം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഉപകരണമാണ് നാപ്സാക്ക്. ക്ലാസ് ലേബലിലെ ഓറഞ്ച് നിറം എന്ത് അപകടത്തെ സൂചിപ്പിക്കുന്നു? ശരിയുത്തരം എക്സ്പ്ലോസീവ്. കഴുത്തിന് പറ്റിയ ആളിന്റെ പരിക്ക് കൂടുതൽ വഷളാകാതിരിക്കാനായി കഴുത്തിന് സംരക്ഷണം നൽകുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ഉപാധി ഏതാണ്? ശരിയുത്തരം സെർവിക്കൽ കോളർ. തന്നിരിക്കുന്നതിൽ ഏതുതരം ഫയറാണ് ഖരപദാർത്ഥങ്ങളിലെ ഉപരിതല തന്മാത്രകൾ നേരിട്ട് ഓക്സിജനുമായി പ്രതിപ്രവർത്തിച്ചുണ്ടാകുന്നത്? ശരിയുത്തരം സ്മോൾഡറിംഗ് ഫയർ. ഇവയിൽ ഏതാണ് ഊഷ്മാവ് അഥവാ താപനില അളക്കുന്നതിനുള്ള യൂണിറ്റ്? ശരിയുത്തരം ഇവയെല്ലാം.
ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ശരിയുത്തരം ഇവയെല്ലാം. മൂർഖൻ പാമ്പിൻ വിഷം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ശരിയുത്തരം നാഡീവ്യവസ്ഥയെ. കത്തിക്കൊണ്ടിരിക്കുന്ന ലോഹങ്ങളിൽ ജലം പതിച്ചാൽ എന്ത് സംഭവിക്കും? ശരിയുത്തരം പൊട്ടിത്തെറിക്കും. ഗാർഹിക പാചകവാതക സിലിണ്ടറിൽ നിന്ന് LPG ലീക്കായാലായത് ഗന്ധം കൊണ്ട് തിരിച്ചറിയുന്നതിന് LPGയോടൊപ്പം ചേർക്കുന്ന രാസപദാർത്ഥം? ശരിയുത്തരം എഥനോൾ. ചോക്കിംഗ് മൂലം എവിടേക്കാണ് ഓക്സിജൻ എത്തുന്നത് തടസ്സപ്പെടുന്നത്? ശരിയുത്തരം മസ്തിഷ്കം. 1 കിലോഗ്രാം വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിനാവശ്യമായ താപത്തിന്റെ അളവ് എന്താണ്? ശരിയുത്തരം വിശിഷ്ട താപധാരിത. ഹൃദയാഘാതം മൂലമുള്ള നെഞ്ചുവേദന എങ്ങനെ തിരിച്ചറിയാം? ശരിയുത്തരം നെഞ്ചിൽ നിന്ന് ഇടത്തെ തോളിലേക്കും കൈകളിലേക്കും പടരുന്ന വേദന. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.